ഒരു നായെപ്പോലെ ആട്ടി ഓടിക്കപ്പെടുന്നത് കാണുവാൻ കാത്തിരിക്കുന്നവരുടെ മുൻപിൽ പ്രാപിച്ചവനായൊരു മടക്കം നിനക്കുണ്ട്. അതെ, അവിടെ തലകുനിച്ച് നിരാശയോടെ ചിലത് പ്രതീക്ഷിച്ച് കടന്നു ചെന്ന സ്ഥാനത്ത് പലരും തലകുനിച്ചുള്ളതിൻ്റെ മടക്കം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. വാക്കുകളെക്കാൾ അപ്പുറമായി ഉള്ളം കൊണ്ട് അവരുടെ മുൻപിൽ നിന്ന് പ്രാപിച്ചൊരു മടക്കം. സഹോദര, നിന്നോട് തന്നെ, സഹോദരി, പ്രാപിച്ചൊരു മടക്കമുണ്ട്. അർത്ഥാൽ വെറും കൈയോടെ അവർ ഉള്ളിൽ കരുതുന്നത് പോലെ തലകുനിച്ച്, എങ്ങനെ, അത് തന്നെ പട്ടി ചന്തയ്ക്ക് പോയിട്ട് മടങ്ങിയതുപോലെ അങ്ങനെ വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രഷർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. അപ്പോൾ ആ ദൂതിന്, പ്രവചന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വാക്യങ്ങളാണ് കേട്ടോ, ഒരു ചെറിയ സംഭവത്തെ അടിസ്ഥാനമാക്കി. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 26-28 വാക്യങ്ങൾ. 26 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. ദെൻ നെക്സ്റ്റ് 28, യേശു അവളോട്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഒരു ദൂത് പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നു. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ഈ സമയം മുതൽ നിന്നെ വല്ലാതെ നിരാശപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്ന ചില വിഷയങ്ങൾക്ക് വിടുതൽ സംഭവിച്ചിരിക്കുന്നു. അതെ മാതാവേ, നിൻ്റെ മക്കളെക്കുറിച്ച് ഓർത്ത് നീ വല്ലാതെ ഭാരപ്പെടുന്നുണ്ട്. കേൾക്ക്, ഈ സമയം മുതൽ, ഈ ശബ്ദം നീ കേൾക്കുന്ന ഈ സമയം മുതൽ ചിലതിന് പരിഹാരം വന്നിരിക്കുന്നു. നീ കാണാത്ത സ്ഥലത്താണ്, അകലത്തിലാണ് നിൻ്റെ തലമുറകളായിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ പ്രശ്നം നിനക്ക് ഒത്തിരി അകലെയാണ്. നിനക്ക് ചെന്നെത്തുവാൻ കഴിയാത്ത, പരിഹരിക്കുവാൻ കഴിയാത്ത ആ പ്രശ്നത്തിനെ യേശു ഇപ്പോൾ പരിഹരിച്ചിരിക്കുന്നു. യെസ് സഹോദര, ആ തൊഴിലിടത്തിൽ നീ അനുഭവിക്കുന്ന ആ പ്രശ്നമുണ്ടല്ലോ, നിനക്ക് കടന്നു ചെന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യുവാൻ കഴിയാത്ത ആ പ്രശ്നം, ഇപ്പോൾ അതിന് പരിഹാരം വന്നിരിക്കുന്നു. ടാഗിലോട് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഇപ്പോൾ ആ ജോലിസ്ഥലത്ത് നീ അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം വന്നിരിക്കുന്നു. സഹോദരി, ആ വീട്ടിനകത്ത് നീ അനുഭവിക്കുന്ന പ്രശ്നത്തിന് ഇപ്പോൾ, ഇപ്പോൾ പരിഹാരം വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ, ഇത് സത്യമാണോ? സത്യമാണ്. എങ്ങനെയെങ്കിൽ യേശു പറഞ്ഞു, നിൻ്റെ വിശ്വാസം വലിയത്, നിങ്ങളുടെ വിശ്വാസം വലിയതെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം വലിയതെങ്കിൽ പ്രതീക്ഷയ്ക്കപ്പുറമായുള്ളത് അവിടെ ഇപ്പോൾ സംഭവിക്കുക. അമേൻ. നീ ആ ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിച്ച ആ സ്ഥലത്ത്, നിൻ്റെ സ്ഥാപനം ഇരിക്കുന്ന സ്ഥാനത്ത് നിൻ്റെ വിശ്വാസം വലുതെങ്കിൽ, അതെ, ഈ ദൂത് നിവർത്തിക്കുവാൻ പോകുന്നു. നിന്നെ ഭാരപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥ മാറുവാൻ പോകുന്നു. നോക്കൂ, ആ സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളിൽ ഏറെ പേർക്ക് സുപരിചിതമാണ്. 21-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ, യേശു അവിടം വിട്ട് സോർ, സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന്, യേശു തൻ്റെ ജനത്തിന് മധ്യത്തിൽ നിന്നും തൻ്റെ ദേശത്തിൽ നിന്ന് വെളി പ്രദേശത്തേക്ക്, അഥവാ ദൈവജനത്തിന് ഒരിക്കൽ അവകാശമായി കിട്ടിയതുമെന്നാൽ അവർക്കത് പ്രാപിച്ചെടുക്കുവാനും കഴിയാത്ത അന്യജാതിക്കാരുടേതായിരിക്കുന്ന ദേശത്തിലേക്ക് യേശു കടന്നുപോയി. അപ്പോൾ കടന്നു പോകുന്ന സ്ഥലത്ത് ഒരു കനാന്യ സ്ത്രീ, ഒരു അന്യജാതിക്കാരിയായ സ്ത്രീ ഓടി യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. എന്നെ കേൾക്കുന്ന പലരും വലിയ വിശുദ്ധന്മാരെന്നും പ്രസംഗിക്കുന്നത് പോലെ അത്ര വലിയ പേരും പെരുമയോ ഒന്നും ഉള്ളവരായിരിക്കത്തില്ല. നിങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളാണ് വലിയത് പ്രാപിക്കുവാൻ പോകുന്നത്. ഇവരുടെയൊക്കെ പട്ടം കിട്ടിയവരൊക്കെ ഒന്നും എത്താതെ ഒരിടത്തും ആ ബോധത്തേ ഉള്ളൂ. അയ്യോ, ഭയങ്കര പാടാ. ആമേൻ, സ്തോത്ര. ഇവളുടെ വിശ്വാസം വലിയതെന്ന് പറയുവാനുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇവളൊരു അന്യജാതിക്കാരത്തിയാണ്. അവിടെ പ്രാരംഭമായി ഞാനത് പറഞ്ഞിട്ട് ദൂതിലേക്ക് വരാം. അപ്പോൾ യേശു തന്നെ പറയുകയാണ്, ഇതിപ്പോൾ ഈ സീസൺ നിനക്കുള്ളതല്ല. മീൻസ് ഇപ്പോൾ യഹൂദന്മാർ യേശുവിൻ്റെ ചുറ്റുമുണ്ട്, അവർക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ യേശു പറയാണ്, ഞാൻ ഇവരുടെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ഒന്ന് നിൽക്കട്ടെ. എന്ന് വെച്ചാൽ നിന്നെ സൗഖ്യമാക്കാൻ പറ്റത്തില്ല.
പ്രത്യേകിച്ച് ദൈവജനത്തിൻ്റെ പ്രയാണം പുറപ്പാടിൻ്റെ സമയങ്ങളിലൊക്കെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുമൊക്കെ ഈ കനാന്യരെ നിർമൂലമാക്കുക എന്ന് ദൈവം തന്നെ ജനത്തിന് ഉത്തരവ് കൊടുത്തിട്ടുള്ളതാണ്. കാരണം അവരുടെ കയ്യിൽ കള്ളത്തുലാസുണ്ടെന്ന് വചനം പറയുന്നു. അപ്പോൾ കള്ളന്മാരാണ്, തുലാസുള്ളവരാണ്. ചില കള്ളന്മാരെ നിങ്ങളുടെ ഇടയിൽ നിന്ന് കർത്താവ് മാറ്റിയത്. കർത്താവിന് ഇഷ്ടമില്ല കള്ളത്തുലാസുള്ളവരെ. സ്തോത്രം. പന്തിയിൽ പക്ഷഭേദം കാണിക്കുന്ന ചിലരെ. സ്തോത്രം. എന്തിനാന്നേ അങ്ങനെ? എല്ലാവരോടും ഒരുപോലെ പെരുമാറ്. ആ പക്ഷാഭേദത്തെ കർത്താവ് എടുത്ത് മാറ്റിക്കുക. സഹോദരി, ഇനിയും നീ അങ്ങനെ പക്ഷാഭേദം അനുഭവിച്ച് അത് നിനക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ. ആ അവസ്ഥയിൽ തുടരുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. നീതി വെളിപ്പെടുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. അപ്പോൾ നോക്കി, അപ്പോൾ യവന്മാരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞതാണ്, പക്ഷേ ഒഴിവാക്കിയില്ല. അവിടെ നിന്നൊരു സ്ത്രീ വരികയാണ്. തൻ്റെ മകൾ രോഗം ബാധിച്ച് വീട്ടിനകത്ത് കിടപ്പുണ്ട്. മകളെ കൊണ്ടുവരുവാനുള്ള സാഹചര്യം. അപ്പോൾ സീരിയസ് ആണ്, വീട്ടിനകത്ത് ഇട്ടിട്ട് വരുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയെ മുൻനിർത്തി യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. അപ്പോൾ യേശു പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ല ഈ സീസൺ നിനക്കുള്ളതല്ല. പലരും ഇങ്ങനെ ഒക്കെ പറഞ്ഞു തരും കേട്ടോ, ഈ സീസൺ നിങ്ങൾക്കുള്ളതല്ല. പ്രാപിക്കുന്ന വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ മാത്രമാണ് നല്ലവന്മാർ, ഞങ്ങൾ മാത്രമാണ് എല്ലാം തികഞ്ഞവർ, ഞങ്ങൾ മാത്രമേ പ്രാപിക്കത്തുള്ളൂ. അങ്ങോട്ടൊന്നും നോക്കാൻ പോലും ചെയ്യരുത്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നോക്കൂ, അപ്പോൾ യേശു അത് പറഞ്ഞു. വേണമെങ്കിൽ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ പ്രാർത്ഥിക്കും, നടന്നില്ലെങ്കിൽ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞവരെയും യേശുവിനെക്കുറിച്ച് പറയുന്നവരെയും യേശുവിനെ അവരെ തെറി പറഞ്ഞിട്ട് നമ്മൾ പോകും. അതാണ് നമ്മുടെ ഒരു നാച്ചർ. പക്ഷേ ഈ സ്ത്രീയുടെ പ്രത്യേകത അതാണ്, ആ വലിയ വിശ്വാസം. ആ സ്ത്രീ ആ വിശ്വാസത്തിന് അടിസ്ഥാനമായ ഒരു തിരിച്ചറിവ് ആ സ്ത്രീക്കുണ്ട്. എന്താണ്? ഞാൻ കണ്ടെത്തിയത്, അല്ലെങ്കിൽ ഞാൻ വന്നത് ദൈവത്തിൻ്റെ അടുക്കലാണ്. ദൈവത്തിന് അങ്ങനെ എന്നെ മാറ്റി നിർത്താനും പറഞ്ഞു വിടാനും ഒന്നും പറ്റത്തില്ല. പ്രസംഗിക്കുന്നവൻ്റെ വാക്ക് കേട്ടൊന്നും ദൈവം എന്നെ ഓടിക്കത്തില്ല. അച്ഛൻ്റെയോ കൊച്ചച്ഛൻ്റെയോ ഉപദേശിയുടെയോ സെൻട്രൽ പാസ്റ്ററുടെയോ അവരുടെ ഒന്നും വാക്ക് കേട്ടൊന്നും ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. നീ ദൈവത്തിൻ്റെ അടുക്കലാ. റബാല മാഷേഖനെ. അങ്ങനെ മനുഷ്യൻ്റെ വാക്ക് കേട്ട് നിന്നെ ഒതുക്കി കളയുന്ന, നിന്നെ മാറ്റി നിർത്തുന്ന, നിന്റെ ആവശ്യം വലിയതാണെന്ന് തിരിച്ചറിയുന്ന ഒരു കർത്താവുണ്ട്. അതിനെൻ്റെ യേശു പരിഹാരം വരുത്തുക. വിശ്വാസം വലിയതാണോ? സാഹചര്യം നോക്കണ്ട. അവർ ഇന്നലകളിൽ നിന്നെക്കുറിച്ച് പറഞ്ഞത് നീയൊക്കെ പ്രാപിക്കുന്നത് വലിയ കാര്യമാണ്. അത്രമാത്രം ഉണ്ടല്ലോ ലിസ്റ്റ്. ആ ലിസ്റ്റിലേക്ക് നോക്കണ്ട. നിനക്ക് തന്നെ ഒരുപക്ഷെ ഒരു വിലയിരുത്തിയൽ നടത്തിയാൽ മനസ്സിലാക്കുവാൻ കഴിയും, ഞാനൊന്നും അത്ര ബെറ്ററല്ല. ശരിയാണ്, നിന്നോട് പറയുന്നത് ഞാനും അത്ര ബെറ്ററല്ല. ഈ യേശു വന്ന് ബെറ്റർ അല്ലാത്തവരെയാണ് അടുത്ത് ചേർത്തിരുത്തിയിരുന്നത്. അത് നീ തിരിച്ചറിയുക. യേശുവിൻ്റെ അടുക്കൽ പോയവരെല്ലാം അത്ര ബെറ്റർ അല്ലാത്തവരാണ്. വേദിയിൽ കിടന്ന് ഗർജിക്കുന്ന സിംഹങ്ങളല്ല യേശുവിൻ്റെ അടുക്കൽ പോയത്. ഗെറികൊള്ളുവാൻ പോയ സ്ത്രീ, അവളുടെ അവസ്ഥ എന്തായിരുന്നു എന്നറിയാമല്ലോ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. യേശുവിൻ്റെ അടുക്കൽ നിന്ന് പ്രാപിച്ചവളായി മടങ്ങി. പക്ഷപാത രോഗം വന്ന് കിടക്കുക. യേശു പറയുന്നു അത് പാപം മുഖാന്തരമാണെന്ന്. പക്ഷേ പ്രാപിച്ചവനായി, വിടുതൽ പ്രാപിച്ചവനായി, പാപക്ഷമ പ്രാപിച്ച് എഴുന്നേറ്റവൻ നടന്നു. കുഷ്ഠരോഗി, പാപത്തിന് തുല്യമായ രോഗം, സൗഖ്യമായി മടങ്ങി. കുരുടൻ, ഇരുട്ടിൽ ജീവിക്കുന്നവൻ വെളിച്ചത്തിൽ നടന്നു. യേശുവിൻ്റെ അടുക്കൽ എനിക്കും നിങ്ങൾക്കുമാണ് പ്രവേശനമുള്ളത്. നമ്മളാണ് കഷ്ടപ്പെടുന്നത്, നമ്മളാണ് ഓടുന്നത്, നമ്മളാണ് അധ്വാനിക്കുന്നത്. നിനക്കവിടെ പ്രവേശനമുണ്ട്. നീ പ്രാപിച്ചവളായി മടങ്ങും. അപ്പോൾ നോക്കിയേ, വിശ്വാസം വലിയതാണോ? ആ വിശ്വാസത്തെ ചെറുതാക്കുന്ന ഒന്നുമായിട്ടും ചേർന്ന് നിൽക്കരുത്. ഇവിടെ ഞാൻ ആ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ യഹൂദന്മാർ യേശുവിനോട് പറയുകയാണ്, ഇവളിതാ വേക്കെ വരികയാണ്. അപ്പോൾ യഹൂദന്മാരുടെ ഒരു ചിന്ത എന്താണ്? മറ്റുള്ളവരെല്ലാം, അതായത് ജാതികളെല്ലാം ഇവരുടെ ശത്രുക്കളാണ്. അങ്ങനെയാണ് ന്യായപ്രമാണങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ആ കാലഘട്ടത്തിലെ കാര്യങ്ങളാണ്, അതിലോട്ടൊന്നും പോകണ്ട. അതിലുപരി ഇവളൊരു സ്ത്രീയാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് കൂടെയുള്ള സ്ത്രീകൾ തന്നെ നായ്ക്ക് തുല്യമാണ്. അപ്പോൾ പുറത്തുള്ളവരാണെങ്കിൽ പറയണ്ടല്ലോ. അപ്പോൾ യേശു ഈ ചുറ്റും നിൽക്കുന്നവരുടെ നോക്കുമ്പോൾ അവരുടെ മുഖം ഇതാണ്, ഇതാ ഒരു നായ് വന്നു. അപ്പോൾ യേശു അത്രയും കഠിനമായിട്ട് പറയുന്നില്ല, നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. ഒരു കുട്ടി നായ്, ദയ തോന്നുന്ന, കാരുണ്യം തോന്നുന്ന ഒരു നായാണ് നീ ഇപ്പോൾ ഇവരുടെ മുമ്പിൽ. അപ്പോൾ ഇവരുടെ മുമ്പിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവൾ പറയുക, അപ്പനുറുക്കുകൾ കൊണ്ട് ജീവിക്കുന്ന നായാണ്, മുഴുത്തതൊക്കെ അവരെടുത്തോട്ടെ. അമേൻ. പേരും പെരുമയും പ്രശസ്തിയുള്ള എല്ലാം തികഞ്ഞ ഒരു വലുതൊക്കെ എടുത്തോട്ടെ, നമുക്കൊരല്പം മതിയെന്നേ. യേശുവിൻ്റെ ഒരു കൺസേൺ, ഒരു പരിഗണന മതി, നമ്മുടെ ലൈഫ് അങ്ങ് മാറും. ഉഷബറിതല മാഷേഖന്. അപ്പോൾ അവർ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് എന്താ? ഇവളിപ്പോൾ ഒരു നായെപ്പോലെ തലകുനിച്ച് മടങ്ങും. പലരും പ്രതീക്ഷിച്ച് നിൽപ്പുണ്ട്, നീ ചെന്നെത്തിയ സ്ഥലത്ത് നിന്ന് പരാജയപ്പെട്ട് മടങ്ങും, ജോലിയില്ലാത്തവളായി മടങ്ങും, നിൻ്റെ വീട്ടിനകത്തു നിന്ന് നീ തലകുനിച്ച് ഇറങ്ങിപ്പോകും.
അമേൻ. അവിടെ നിന്ന് പരാജയപ്പെട്ട് നിൻ്റെ മക്കൾ കടന്നു വരും. ആ സ്ഥാപനം പൂട്ടി തലകുനിച്ച് നീ താക്കോലും കൊടുത്തിട്ട് മടങ്ങും. നോ. ആ പള്ളിയും പൂട്ടി നീ ഓട്ടം ഓടും. നോ. ആ രോഗം മുഖാന്തരം നീ എല്ലാവർക്കും മുമ്പിൽ പറഞ്ഞു ചിരിക്കുവാനുള്ളൊരു വിഷയമായി ഓടും. നോ. അവളുടെ വിശ്വാസം വലിയതാണ്. നിങ്ങളുടെ വിശ്വാസം വലിയതാണ്. വിളിച്ചു പറ, കർത്താവേ, ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ പ്രാപിച്ചേ മടങ്ങത്തുള്ളൂ. ഞാൻ നിൻ്റെ മുഖം നോക്കിയാണ് ഇറങ്ങിയത്. അല്ലേ സഹോദരി? ഞാൻ എൻ്റെ മക്കളെ കണ്ടിട്ടല്ല, എൻ്റെ മക്കളെക്കുറിച്ച് നീ പറഞ്ഞ ആലോചനയെ കണ്ട് നിന്നവളാ. അത് പ്രാപിക്കാതെ നിനക്ക് മടങ്ങാൻ പറ്റത്തില്ല. നീ പ്രാപിക്കും. നിൻ്റെ തലമുറകളിൽ നിന്നായിരിക്കുന്ന അവസ്ഥ കണ്ട് ഭാരപ്പെടേണ്ട. മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരിയിലും കെട്ടപ്പെട്ടവരായി സഹോദരി, നിൻ്റെ ഭർത്താവ് അവിധത്തിൽ ബാധിക്കപ്പെട്ടവനെ, അതെ, നീ കെട്ട വാക്തത്വത്തിൽ മുറുകെ പിടിക്കുക. എൻ്റെ യേശു, നിൻ്റെ വിശ്വാസം വലിയതെങ്കിൽ ആ വിശ്വാസത്തിന് ഏറ്റവണ്ണമുള്ളത് നിൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ പോകുക. നിൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം, ഒരു മടങ്ങി വരവ്. ഓ ഷബറിതലമാശകന് ആമേൻ. ഇന്നായിരിക്കുന്ന നിന്ന നിറഞ്ഞ നിരാശ നിറഞ്ഞ ജീവിതത്തിൽ നിന്നൊരു മടങ്ങി വരവ്. ആ വാടക വീടുന്ന നിരാശയിൽ നിന്നും കടക്കാരനായി തലകുനിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ നിന്നൊരു മടങ്ങി വരവ് പ്രാപിച്ചവനായി. അയ്യോ, യേശുവിനെ കൈവിട്ടു. നോ, അങ്ങനെ പറയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം നിനക്കൊരു പാസ്റ്റ് ഉണ്ട്. എല്ലാവരും കൈവിട്ട ഒരു പാസ്റ്റ് ചേർത്ത് നിർത്തേണ്ടവരും ആശ്വസിപ്പിക്കേണ്ടവരും ബലപ്പെടുത്തേണ്ടവരും നിന്നെ കൈവിട്ട ഉപേക്ഷിച്ച ഒരു പാസ്റ്റ് ഉണ്ട്. സഹോദരി, സഹോദര, മക്കളെ, ആ പാസ്റ്റ് ആവർത്തിക്കത്തില്ല. യേശു നിന്നെ കൈവിടത്തില്ല. ഒരു നായെപ്പോലെ തലകുനിച്ച്, ചന്തയ്ക്ക് പോയ നായെപ്പോലെ തലകുനിച്ച് മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. റെഡിയാണോ? വലിയ വിശ്വാസം വലിയത് പ്രാപിക്കുന്നവരാക്കി നിങ്ങളെ മാറ്റും. അത് ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. ഇതിപ്പോൾ പറഞ്ഞപ്പോൾ അങ്ങ് കഴിഞ്ഞു. അതുപോലെ വലിയ വിശ്വാസത്തിന് ഉടമകളായി തീരുവാൻ പ്രൈസർ ഫാമിലിക്കൊപ്പം കൂടെ കൂടിക്കോ. നിരന്തരമായ വചനധ്യാനവും പ്രാർത്ഥനയും ഉപവാസവും നിങ്ങൾ അവിധത്തിൽ വലിയ വിശ്വാസത്തിൻ്റെ ഉടമകളാക്കി മാറ്റും, വലിയത് പ്രാപിക്കുന്നവരാക്കി മാറ്റും. അപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഏത് അവസ്ഥയിൽ സാഹചര്യത്തിലാണെങ്കിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവസിക്കുവാനുള്ള ചാൻസ് ഉണ്ട്. മിസ് ചെയ്യേണ്ട, കോൺടാക്ട് ചെയ്തോ. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. ഞാനീ പറഞ്ഞതുപോലെ എല്ലാ ദിവസങ്ങളിലും വചനധ്യാനവും പ്രാർത്ഥനയും ലൈവായും അല്ലാതെയും ഒക്കെ നിങ്ങൾക്ക് പ്രൈസർ ഫാമിലിയിലൂടെ ലഭിക്കുന്നു. പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് നിങ്ങൾക്കത് അനുഭവിക്കുവാൻ കഴിയും. രാവിലെ 7:00-നും 8:00-നും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന വചന ശുശ്രൂഷ ലൈവാണ്. വൈകുന്നേരം 7:00-നും 8:00-നും ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു. ബ്ലെസ്സിംഗ് ആണ്. നിങ്ങൾ ജോയിൻ ചെയ്ത് നോക്കും. ചൊവ്വാഴ്ച സഹോദരിമാരുടെ മീറ്റിംഗ് സഭയിൽ വെച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ. വെള്ളിയാഴ്ച ഉപവാസം, ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. കടന്നു വരുവാൻ കഴിയാത്തവർക്ക് ലൈവും ഉണ്ട്. ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിച്ചാൽ ലൈവായി സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച 10 മണി മുതൽ സഭാരാധന. വൈകുന്നേരം 3 മണിക്ക് ഒരു സെക്ഷൻ ഉണ്ട്. കൂടുതൽ അറിയുവാൻ കോൺടാക്ട് ചെയ്തോ കണ്ണടച്ചോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പലയിടങ്ങളിൽ പ്രതീക്ഷയോടെ കടന്നുപോയി ഒരു നായെപ്പോലെ ആട്ടി ഓടിക്കപ്പെട്ട അവസ്ഥയിൽ, ആട്ടി ഓടിക്കപ്പെടുമെന്നുള്ള സാഹചര്യത്തിൽ യേശുവേ അങ്ങുമെന്നെ കൈവിട്ടോ എന്ന് ഭാരപ്പെട്ടായിരിക്കുന്നു ഇവർക്ക് വേണ്ടി അങ്ങൊരു അത്ഭുതം പ്രവർത്തിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇവരുടെ ഭവനത്തിനകത്ത്, തൊഴിലിടത്തിൽ, മക്കളുടെ ജീവിതത്തിൽ ഇവർ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, ആ ആശുപത്രിക്കകത്ത് റാത്തലമാശേഖനെ അത്ഭുതം സംഭവിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടായിരിക്കുന്നവരുടെ ജീവിതത്തിൽ റാത്തമാശേഖനെ അത്ഭുതം സംഭവിക്കട്ടെ. ഉദരഫലം ജനിക്കട്ടെ. ഓ റബാലാമാശേഖനെ തലമുറകളുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ പോരുകളും അഴിഞ്ഞു മാറട്ടെ. മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരികളിലും കുടുംബങ്ങളെ തളച്ചിടുന്ന വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. ജീവിത നിലവാരം ഉയരട്ടെ. പ്രാപിക്കുന്നവരായി മാറട്ടെ. കടഭാരങ്ങൾ, പലിശക്കടങ്ങൾ മാറട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. ജോലിയില്ലാത്തവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകണമേ. വിദേശ ജോലി സംബന്ധമായുള്ള എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. ചതിക്കപ്പെട്ട അവസ്ഥയിൽ നീ ജനം പുറത്തു വരട്ടെ. ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിലൂടെ ഇവർ നടക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇപ്പോൾ ഇതവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറുവാൻ തക്കവണ്ണം ദൈവസാന്നിധ്യം ചലിച്ചു തുടങ്ങട്ടെ. രോഗികളെ സൗഖ്യമാക്കണം. എല്ലാ രോഗബന്ധനങ്ങളും വഴിയിട്ട് ഡിപ്രഷനുകൾ, ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അവൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വിശ്വാസം വലിയ വിശ്വാസമാക്കി മാറ്റാം. പ്രാപിക്കേണ്ടത് പ്രാപിച്ചെടുക്കാം. നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെന്ന പ്രതിദിന വചന സന്ദേശത്തുമ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ.
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.